ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കരുവന്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളതെന്ന് പറഞ്ഞിരുന്നു. ഈ സ്ഥലത്തെ പറ്റി ഒരു വ്ലോഗ് ചെയ്യാമെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വയനാട്ടിലുള്ള കരുവന്തോടിലെ കുറച്ച് കാഴ്ചകൾ കാണാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ നിന്ന് ഒരു 100 മീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റ് ആണ്. നമ്മൾ അതിനകത്തേക്ക് കയറില്ല, പെർമിഷൻ ഇല്ലാതെ അവിടെ കയറാൻ പറ്റില്ല. അതിന് സൈഡിൽ കൂടെ നടന്ന് നമുക്ക് കരുവന്തോട് കാണാം. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് കുറേ കാലങ്ങൾക്ക് മുന്നേ കുടിയേറി താമസിച്ച ആൾക്കാരാണ്. ട്രൈബ്സ് അല്ലാതെയുള്ള ഇവിടുത്തെ താമസക്കാർ കൂടുതൽ ആൾക്കാരും. കുറേ കാലം മുന്നേ വരെ ഇവിടെ എത്ര ആൾക്കാരുണ്ടായിരുന്നു, അതിൽ നിന്ന് അത്രയും എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഇവിടെ വളരെ കുറച്ച് വീടുകളേ ഉള്ളൂ. ഉള്ള വീടുകളിൽ തന്നെ താമസമുള്ള വീടുകൾ അത്രയും കുറവാണ്. ഇവിടെ ഉള്ളവരുടെ ഒരു മെയിൻ കൃഷി എന്ന് പറയുന്നത് കാപ്പിയാണ്. ഇവിടെ നമ്മൾ നടക്കുന്ന വഴിയിലൊക്കെ കാപ്പിത്തോട്ടങ്ങൾ കാണാൻ പറ്റും. ഇപ്പം എൻ്റെ ഈ സൈഡിലുള്ളതും കാപ്പിത്തോട്ടം തന്നെയാണ്. കരുവന്തോട് എന്ന് പറയുന്ന ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് കസ്തൂരി രംഗൻ റിപ്പോർട്ടിന് കീഴിൽ വരുന്ന സ്ഥലങ്ങളിൽപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പം കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് വന്ന പല റെസ്ട്രിക്ഷൻസും ഇവിടെയുള്ള ആൾക്കാർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത് കൃഷി സംബന്ധമായിട്ടായിക്കോട്ടെ, അവർ ഓൺ ചെയ്യുന്ന ഭൂമിയുടെ കാര്യത്തിലായിക്കോട്ടെ. അപ്പൊ ഇവിടെ സ്ഥലം ഓൺ ചെയ്യുന്ന ആൾക്കാർ അത് ഇനി എത്ര സ്ഥലവും ആയിക്കോട്ടെ അതൊക്കെ സർക്കാരിന് കൈമാറണം എന്നായിരുന്നു. അതും ഒരു നിശ്ചിത തുകയ്ക്ക് കൈമാറണം എന്നായിരുന്നു കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. അതിനെതിരെ അത്ര സമരങ്ങൾ നടക്കുകയും അതിന്റെ ഭാഗമായിട്ട് കോടതി അത് സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കൃഷിയുടെ കാര്യത്തിൽ ഞാൻ ഇവിടെയൊക്കെ കാപ്പി കൃഷിയാന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിന്റെ കാര്യത്തിലും ഇത് നിലം കിളയ്ക്കുക എന്നുള്ളൊരു സാധനം ഇവർക്ക് അനുവദിച്ചിട്ടില്ല. കാപ്പി ഇവിടെ വളരണമെന്നുണ്ടെങ്കിൽ ഇതിനെ കിളച്ച് വളവിടുക എന്നുള്ളത് അതിന് ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ അതും ഇവിടെ ഉള്ളവർക്ക് പോസിബിൾ അല്ല എന്ന് പറയണം. ഇവിടെയുള്ള ആൾതാമസം ഇല്ലാത്ത ഒരു വീടിന്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇങ്ങനെ കുറേ വീടുകൾ ഇവിടെ ഉണ്ട്. ഇവിടുന്ന് ആൾക്കാർ താമസം മാറാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇത് അത്രയും കാട്ടാന ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ തൊട്ടടുത്ത് തന്നെ ഫോറസ്റ്റ് ആണ്. ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്താണെങ്കിലും അത്രയും ആന ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. ഈ സമയത്ത് തന്നെ ഏകദേശം 11 ആനകൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഫോറസ്റ്റിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഇവിടെ താമസിക്കുന്നവർക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ കുറേ വീടുകൾ ഇവിടെ ചുറ്റിനും, കുറേ വീടുകളല്ല കുറച്ച് വീടുകൾ ഇവിടെ ചുറ്റിനും കാണാൻ പറ്റും. അപ്പോൾ ഈ വീടിന്റെ കണ്ടീഷൻ കണ്ടാൽ അറിയാം ഇത് അങ്ങനെ റെനോവേഷൻ ഒന്നും നടക്കാതെ കുറേ കാലമായിട്ട് അബാൻഡൻ ചെയ്തിട്ടുള്ള ഒരു വീടാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന ജീവികളിലൊന്നാണ് അട്ടകൾ. ഇത് ചോര കുടിക്കുന്ന അട്ടകളാണ്. ചില സ്ഥലത്ത് ഇതിന് തോട്ടപ്പുഴു എന്നും പറയും. ഇത് കടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വയറ് നിറയാതെ ഇത് തനിയെ വിട്ടുപോകില്ല. അല്ലെങ്കിൽ നമ്മൾ ഉപ്പ്, നാരങ്ങ പോലെയുള്ള സാധനങ്ങൾ അപ്ലൈ ചെയ്യണം. ഈ കോവിഡ് കാലത്ത് ഇതിനെ ഒഴിവാക്കാൻ പറ്റിയ ഒരു സാധനമായിട്ടായിരിക്കും നമ്മളൊക്കെ നടക്കാറുള്ളത് സാനിറ്റൈസർ.
ഇതിനെ പല സ്ഥലങ്ങളിലും പലതരത്തിലുള്ള അട്ടകളെ കടിപ്പിച്ച് ചോര കുടിപ്പിക്കുന്നത് ഒരു ചികിത്സാ രീതി കൂടിയാണ്. നമ്മൾ ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തെത്തി. ഇവിടെ വേലി കാണാൻ പറ്റും. അവിടുന്ന് അങ്ങോട്ടാണ് ഫോറസ്റ്റ് ഉള്ളത്. ഇതൊക്കെ സോളർ പവേർഡ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫെൻസുകളാണ്. പക്ഷെ ഇപ്പം ഇത് ഇലക്ട്രിക് അല്ല, ഇതിൻ്റെ ഷോക്കും കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യില്ല. ഇതുപോലെ തന്നെ താഴോട്ടുള്ള വീടുകളിലും വീടിൻ്റെ ചുറ്റിനും ആൾക്കാർ അവരുടേതായിട്ട് തന്നെ ഫെൻസുകൾ ഉണ്ടാക്കിയിട്ടിരുന്നു. പക്ഷെ അതിൽ നിന്നും കുറേ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കുറച്ചു കാലം മുന്നേ ഒരു വീട്ടിൽ നിന്നുള്ളവർ അതിൻ്റെ പവർ ഓൺ ചെയ്യാൻ മറന്നുപോയിട്ട് ആന വന്ന സമയത്ത് അത് ഓൺ ആക്കുകയും ആനയ്ക്ക് പെട്ടെന്ന് ഷോക്ക് അടിച്ച് അത് തെറിച്ച വീട്ടിലേക്ക് വീഴുകയും ആ വീട് നശിച്ചു പോവുകയും ചെയ്തിരുന്നു. പൊതുവെ ആനകൾ ഇറങ്ങിയാലും വീടുകളെ അറ്റാക്ക് ചെയ്യാറില്ല. നമ്മൾ വീടിനുള്ളിൽ തന്നെ ഇരുന്നാൽ ഏറെക്കുറെ സേഫ് ആണെന്ന് തന്നെ പറയാം. ഇവിടെയുള്ള വീടുകളിലേക്കൊക്കെ വെള്ളം വരുന്നത് ഈ ഫോറസ്റ്റിൽ നിന്ന് ചെറിയ ഓലികൾ ഉണ്ടാക്കി, ചെറിയ കുഴികൾ ഉണ്ടാക്കി അതിൽ നിന്ന് വെള്ളം കളക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഓലികളിൽ നിന്ന് ഈ കാണുന്ന പോലുള്ള ഹോസുകൾ ഇട്ടിട്ട് ആണ് ഇവിടെ വീടുകളിലേക്കൊക്കെ വെള്ളം വരുന്നത്. പക്ഷെ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ആനകൾ ഇറങ്ങുമ്പം ഇത് ചവിട്ടിയിട്ട് ഇത് പല ജോയിന്റുകൾ, ലൈക്ക് ഒരു സിംഗിൾ പൈപ്പ് ആയിരിക്കില്ല പോകുന്നത്. അപ്പോൾ ഈ ജോയിന്റുകൾ എവിടെയാണോ അവിടുന്ന് ആന തട്ടിയിട്ട് അത് മാറിപ്പോവാറുണ്ട്. അങ്ങനെയാണെങ്കിൽ വെള്ളം വരുന്നത് നിൽക്കും. പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ടത് റീകണക്ട് ചെയ്ത് പോവുക എന്നുള്ളത് ഒരു പണിയാണ്. ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ പൈപ്പ് പൊട്ടിപ്പോകുന്നതെങ്കിൽ അവിടേക്ക് പോയി അത് ശരിയാക്കേണ്ടി വരും. അപ്പോൾ ഇവിടുന്ന് ഒരു വഴി കാണാൻ പറ്റും. ആ വഴി കൂടെ പോയിട്ടാണ് ആൾക്കാർ അത് നന്നാക്കുന്നത്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ചീവീടിനെ ഇവിടെ അത്രയധികം കേൾക്കാൻ പറ്റുന്നുണ്ടാവും. ഈ ഇലക്ട്രിക് ഫെൻസിന്റെ അങ്ങേ സൈഡിൽ, അതായത് ഫോറസ്റ്റിന്റെ സൈഡിൽ അത്രയും കൈത പോലെയുള്ള ഒരു ചെടി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഫോറസ്റ്റുകാർ തന്നെയാണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. അത് നട്ടാൽ ആന വരില്ല എന്ന് പറഞ്ഞാണ് അത് നട്ടിട്ടുള്ളത്. പക്ഷെ ഇത്രയും സ്ട്രെച്ച് നടക്കുമ്പോൾ മനസ്സിലാവും അത് ഭയങ്കര അണീവൻ ആയിട്ടേ നട്ടിട്ടുള്ളൂ. അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ ആ ചെടികൾ. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഈ പോകുന്ന വഴി കുറച്ച് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ റോഡുള്ള സ്ഥലത്തെത്തും. കറുവന്തോട് എന്ന് പറയുന്നത് വയനാട് ജില്ലയിലെ പൊഴുതന ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട ഒരു സ്ഥലമാണ്. ഇവിടെ ഞാനിപ്പോൾ ഉള്ള സ്ഥലത്തിനോട് അടുത്ത് തന്നെ പല ട്രൈബൽ കോളനികൾ നമുക്ക് കാണാൻ പറ്റും. ഇനി പോകുന്ന വഴിയിൽ തന്നെ ചോലനായ്ക്കർ എന്ന് പറയുന്ന ട്രൈബിൻ്റെ കോളനി കാണാൻ പറ്റും.
ആദ്യമേ പറഞ്ഞു ഇവിടേക്കൊക്കെ വെള്ളം വരുന്നത് ഫോറസ്റ്റിലുള്ള ഓലികളിൽ നിന്ന് ഹോസ് ഇട്ടിട്ടാണ്. അപ്പം മുന്നേ പറഞ്ഞു ചോലനായ്ക്കർ കോളനിയിലുള്ള ഒരു വീട്ടിലേക്ക് വെള്ളം കളക്ട് ചെയ്യുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. ഇന്ന് തന്നെ എത്ര അട്ട കടിച്ചെന്ന് എനിക്ക് തന്നെ അറിയില്ല. അട്ട കടിക്കുമ്പോൾ വീഡിയോ എടുക്കാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവില്ല, അതിനെ ഒഴിവാക്കാനായിരിക്കും നോക്കുന്നത്. ഇത് ലേറ്റസ്റ്റ് കിട്ടിയ അട്ടകടി. അങ്ങനെ നമ്മൾ കറങ്ങി ഇവിടെയുള്ള റിസോർട്ടുകളൊക്കെയുള്ള സ്ഥലത്തേക്ക് വന്നു. ഇവിടെ എൻ്റെ ബാക്കിലും പിന്നെ ഇങ്ങോട്ട് കുറേ റിസോർട്ട്സ് ആണ്. ഇതൊക്കെ ഇപ്പം ലോക്ക്ഡൗണിൻ്റെ ഭാഗമായിട്ട് ക്ലോസ്ഡ് ആയിരുന്നു, പക്ഷേ അടുത്തിടെയായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി ഉള്ള റിസോർട്ടുകൾ കൂടാതെ ഈ ലോക്ക്ഡൗൺ സമയത്ത് അത്രയും അധികം റിസോർട്ടുകൾ ഇവിടെ പുതിയതായിട്ടും വന്നിട്ടുണ്ട്. മുകളിൽ നിന്നുള്ള ആൾക്കാർ താമസിക്കാൻ പറ്റാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ റിസോർട്ട് നടത്തുന്ന ആൾക്കാർ ഇവിടെ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കറങ്ങി സ്റ്റാർട്ട് ചെയ്ത പോയിന്റിന് അടുത്തുള്ള വേറൊരു സ്ഥലത്തെത്തി. ഇതൊരു സ്കൂളാണ്. ഇത് കുറേ ടൈമായിട്ട് ഇപ്പോൾ പൂട്ടിക്കിടക്കുവാണ്. കോവിഡ് കാരണമല്ല, ഇതിന് മുന്നേ തന്നെ പൂട്ടിക്കിടക്കുവാണ്. നമ്മൾ വന്ന വഴിയിൽ ഞാനൊരു ട്രൈബൽ കോളനിയുടെ കാര്യം പറഞ്ഞിരുന്നു, ചോലനായ്ക്കേഴ്സിൻ്റെ. അവിടെയുള്ള കുട്ടികളെ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ സ്കൂൾ ഇവിടെ വരുന്നത്. പക്ഷേ പല കാരണങ്ങൾ കാണും. അവരോട് നമ്മൾ ചോദിക്കാതെ കൃത്യമായ കാരണങ്ങൾ അറിയില്ലെങ്കിലും ഈ സ്കൂളിൽ കുട്ടികളുടെ എണ്ണക്കുറവും അങ്ങനെയുള്ള കാരണങ്ങൾ കാരണം ഇത് പൂട്ടിപ്പോവുകയാണ് ചെയ്തത്. അപ്പോൾ വരുന്ന വഴിയിൽ ആ കോളനിയുടെ അടുത്തായിട്ട് അവിടെ തന്നെ താമസിക്കുന്ന 2 പയ്യന്മാരെ കണ്ടിരുന്നു. അവർ അവിടെ തന്നെ ചെറിയ തൊഴിലുറപ്പ് അങ്ങനെ ചെറിയ പണിക്കൊക്കെ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ കണ്ടപ്പോൾ അവർ പറഞ്ഞു അവർ കൂടെ ഉണ്ടെങ്കിൽ പെർമിഷൻ ഇല്ലാതെ കയറാൻ പറ്റുന്ന സ്പോട്ടുകൾ ഈ കാട്ടിലുണ്ടെന്ന്. പക്ഷെ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് ഇവിടെ അത്രയും അട്ടശല്യം ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, അത് അത്രയും കൂടുതലായതുകൊണ്ടും കുറച്ചും കൂടി കംഫർട്ടബിളായി കയറി ഇറങ്ങാൻ പറ്റുന്നത് ഈ മഴക്കാലത്തിന് ശേഷം ആയതുകൊണ്ട് ഒരു സൺഡേ വന്നാൽ അവരുടെ കൂടെ നമുക്ക് അവിടെ പോകാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു 1 month ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ആ കാട്ടിൽ ഇവർ പറഞ്ഞ സ്ഥലത്ത് ഒരു രാവിലെ 7 മണിക്കൊക്കെ കയറി കഴിഞ്ഞാൽ ഒരു 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു വരുന്ന പോലെയുള്ള ഒരു ചെറിയ ചെറിയതല്ല, അത്ര ചെറുതല്ലാത്ത യാത്രയായിരിക്കും അതെന്നാണ് പറഞ്ഞത്. അപ്പം ആ വീഡിയോയും നമുക്ക് ഭാവിയിൽ പ്രതീക്ഷിക്കാം. കോവിഡ് ആയത് കാരണവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ആ കോളനിയിലുള്ള ആൾക്കാരുമായിട്ടൊന്നും അധികം എൻഗേജ് ചെയ്തില്ല. അവിടെ നിന്ന് മാറി അവിടെ ഷൂട്ട് ചെയ്യാതെ അതുവഴിയാണ് വഴി, അപ്പോൾ അതുവഴി ഇറങ്ങി വരുമായിരുന്നു. അപ്പം അടുത്ത പ്രാവശ്യം പോകുമ്പോഴത്തേക്ക് സിറ്റുവേഷനൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ തന്നെ അവർ നമ്മുടെ കൂടെ കാണും 2 പേരെന്ന് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അവരോട് സംസാരിച്ചിട്ട് അവരുടെ ലൈഫ് സ്റ്റൈലിനെ പറ്റിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ചും കൂടി ഒത്തൻറ്റിക് ആയിട്ട് പറയാൻ നോക്കാം. അതുകൊണ്ടാണ് അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാതിരുന്നത്. വയനാട്ടിലെ കരുവന്തോട്ടിൽ നിന്നുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം എന്നുള്ള പ്രതീക്ഷയോടെ ബൈ.